പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് TVS സ്പീഡ് 40+ എന്ന പാസ്ബുക്ക് പ്രിൻ്റിൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നേരെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്ററിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതിനൊരു സ്റ്റിക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു A4 ഡോക്യുമെൻ്റ് ഷീറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ എറർ കോഡുകളുടെ ലിസ്റ്റാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ കാണുന്ന പവർ കേബിൾ, USB കേബിൾ, മറ്റ് കേബിൾസ് എല്ലാം വരുന്നത്. അതും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡോക്യുമെൻ്റ് ഷീറ്റാണ് ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആ എറർ ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെയാണ് മീൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന 2 തെർമോ കോപ്പീസുകൾ ഉണ്ടല്ലേ, അത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൽ വരുന്നത് കാറ്റേജിൻ്റെ ഒരു ബോക്സാണ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. ശേഷം നമുക്ക് പ്രിൻ്റർ ഈ ഒരു കവറിൻ്റെ അകത്താണുള്ളത്. ആ കവർ നേരെ ഓപ്പൺ ചെയ്യാം. കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു A4 ഷീറ്റ് പ്രിൻറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു ഇതൊരു മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബാങ്കിലാണ്. അപ്പോൾ അവരുടെ ഇതിനനുസരിച്ചുള്ളൊരു സെറ്റപ്പ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ബട്ടൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് നമുക്കിതിൽ കാറ്റേജ്, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാറ്റേജ് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും. ആ കാറ്റേജ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരെ കാറ്റേജിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റർ ഓൺ ആക്കി വെക്കുക. ഫസ്റ്റ് ചെറിയൊരു ലോഡിങ് ഉണ്ട്. ആ ലോഡിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കാറ്റേജ് ഓപ്പൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിൽ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പാക്കിങ്ങിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് പാക്കിങ് ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ കാറ്റേജ് ഉള്ളത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു, പൊട്ടിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഈ മോഡൽ പ്രിൻ്ററിൻ്റെ കാറ്റേജിന് ചെറിയ രീതിയിൽ ചിപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാറ്റേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിൻ്ററിൻ്റെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മെക്കാനിസത്തിൻ്റെ ഒരു ഗ്രീൻ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരെ കാറ്റേജ് എടുക്കുന്നു. ആ കാറ്റേജ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും 2 സൈഡിലും. കണ്ടില്ലേ? ഇവിടെ ഗ്യാപ്പിലോട്ട് കറക്റ്റ് കാറ്റേജ് വെക്കുക. ഓക്കെ, വളരെ സിമ്പിളാണത്. ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണിച്ചു തരാം. നേരെ നമ്മൾ ആ സെൻസർ, ആ ചിപ്പ് വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലാണ്. ആ റൈറ്റ് സൈഡിൽ ആ ചിപ്പ് വരുന്ന രീതിയിൽ നേരെ അവിടെ ആ ഗ്യാപ്പിലോട്ട്, നേരെ മെക്കാനിസത്തിൻ്റെ ഗ്യാപ്പിലേക്ക് നേരെ കാറ്റേജ് വെക്കുക. അങ്ങനെ ഗ്യാപ്പിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നേരെ ഈ ഒരു ഭാഗം അത് ഹെഡിൽ അവിടെ ഇതേപോലെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. കറക്റ്റായിട്ട് ഹെഡിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്താണ്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും അവിടെ ലോക്ക് ആവുന്നതാണ് അല്ലേ. ഇനി ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്താൽ മതി. ആ ഗ്രീൻ കളർ കാണുന്ന പീസ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ആ പൊസിഷനിൽ അത് ഇതേപോലെ നമുക്ക് വെക്കുക. എന്നിട്ട് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആവുന്നതാണ്. ലോക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി എടുക്കണമെങ്കിൽ ഇതേപോലെ വളരെ സിമ്പിളാണ്. താഴോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് താഴോട്ട് വീഴുന്നതാണ്. ഇനി തിരിച്ച് വെക്കണമെങ്കിലും അതേപോലെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വെച്ച് ഇതേപോലെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഹെഡ് ഇതേപോലെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മളെ റിബൺ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഗ്രീൻ ലിവർ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെക്കാനിസം ഒന്നായിട്ട് താഴോട്ട് വന്ന് അവിടെ ലോക്ക് ആക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മെയിൻ ഡോറ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം പവർ കേബിൾ കണക്ട് ചെയ്ത് നമ്മളെ പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ഈ ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പിന്നെ ലൈറ്റ് സ്റ്റഡിയായി നിൽക്കുന്നതാണ്. ആ സമയത്ത് മാത്രമേ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റീപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.